വലിയ ഒരു സംഘർഷ സാഹചര്യമാണ് നിലവിലുള്ളത്. പല വശങ്ങളിൽ നിന്നായി കല്ലുകൾ വലിച്ചെറിയുന്നുണ്ട്. കൂടുതൽ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഷിഹാസ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് തുടർച്ചയായി കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുകളും കമ്പുകളും വലിച്ചെറിയുന്നതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കയ്യിൽ ആയുധങ്ങളുമുണ്ട്. ചില ആളുകൾ കയ്യിൽ വലിയ കമ്പും കോലുമായിട്ടൊക്കെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് പരസ്പരം മുഖാമുഖം നിൽക്കുന്നത്. തീർച്ചയായും തിരുവനന്തപുരം നഗര മധ്യത്തിലാണ് അത്തരത്തിൽ പ്രയോഗിക്കുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഒരു തരത്തിലും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നില്ല. ഇപ്പോഴും ഏറ്റുമുട്ടലാണ്, പോർവിളിയാണ്, ഒരു തെരുവ് യുദ്ധമാണ്. ഇത് പാളയമാണ്, തിരുവനന്തപുരം തലസ്ഥാന നഗരി. ഈ അടുത്ത കാലത്തെങ്കിലും ഈ ഒരു തരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിന് പിന്നാലെ SFI വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയായിരുന്നു. KSU സീറ്റുകൾ നേടി. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഇരുകൂട്ടരും ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. അത് പാളയം പള്ളിയുടെ മുൻഭാഗത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ, പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. റഹീം ശാന്തരാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പ്രതീക്ഷ പറയുക, കയ്യിൽ വലിയ കമ്പുണ്ട്, വലിയ കോലുണ്ട്, കല്ലുണ്ട്. ഇതെന്താണ്, എന്തിനുള്ള പുറപ്പാടാണ് ഈ കുട്ടികൾ? സത്യമായി പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം കയ്യിൽ കിട്ടുന്ന എല്ലാമിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുകയാണ്. വലിയ കല്ലുകൾ, കമ്പുകൾ, ഈ കരിക്ക്, അങ്ങനെയുള്ള കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് വലിയ സംഘർഷ സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. പോലീസ് എത്തി ഒരു വശത്ത് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ. പക്ഷേ ആ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കാരണം രണ്ട് വശത്തായി KSU SFI പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയാണ്. പ്രതീക്ഷയിലേക്ക് വരാം. അരുൺ സോളമനിലേക്ക് ഒന്ന് പോട്ടെ. അരുൺ, ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അതിന്റെ ജലപീരങ്കിയുടെ മുന്നിൽ നിന്ന് പോലും മാറാത്ത വിദ്യാർത്ഥികളെ തല്ലിപ്പായിക്കാൻ പോലീസ് ശ്രമിച്ചിട്ട് പോലും അവർ ഓടുന്നില്ല. വീണ്ടും മുന്നോട്ട് കയറി വരികയാണ്. കയ്യിൽ കമ്പ്, കയ്യിൽ വലിയ കല്ലെടുത്തെറിയുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടാവാൻ പോലും സാധ്യതയുണ്ട്. കാരണം ഒരു ലക്ഷ്യബോധമില്ലാതെ അവർ കല്ലെടുത്തെറിയുകയാണ്. ഷിഹാസ്, ഇത് രണ്ടാം ഘട്ടത്തിലെ SFI സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ശരിവെക്കേണ്ടി വരും. കാരണം വളരെ ശാന്തമായിട്ട് ഇവിടെ നമ്മൾ കണ്ടതാണ്. റഹീം അടക്കമുള്ള മുത്തുന്നാക്കൾ SFI ശാന്താക്കി തറയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ KSU ഏത് പ്രകോപനമില്ലാതെ രണ്ടാം ഘട്ടത്തിൽ കല്ലെറിഞ്ഞത്. ആ ഘട്ടത്തിലാണ് ഇരുവരും ഇപ്പോൾ പരസ്പരം കല്ലെറിയുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് SFI കടുത്ത ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ നമ്മൾ തെരുവിലും കാണുന്നു. കാരണം ഇവിടെ KSU പ്രവർത്തകർ ഒരു ഭാഗത്തുണ്ട്. അവരെ നിയന്ത്രിക്കുന്നതിന് പകരം ഇപ്പോൾ പോലീസ് ചെയ്തതും ജലപീരങ്കി പ്രയോഗിക്കുന്നതും SFI പ്രവർത്തകർക്ക് നേരെ മാത്രമാണ്. ഇത് തുടക്കം മുതൽ അങ്ങനെയാണെന്നുള്ളതാണ് SFI സംസ്ഥാന നേതൃത്വം ഉന്നയിച്ചത്. ശിവപ്രസാദ് അടക്കമുള്ളവർ തുടക്കം മുതൽ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഭരണം കിട്ടിയതിനു ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് SFIക്കാരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഈ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ അന്ത്യഘട്ടത്തിൽ ഇപ്പോൾ ഈ അവസാന നിമിഷവും സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജലപീരങ്കി പൂർണ്ണമായിട്ടും ഉപയോഗിച്ചത് SFI പ്രവർത്തകർക്ക് നേരെ മാത്രമാണ്. കാരണം ഇവിടെ ഈ ഒരു സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ കടന്നുപോയത് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞപ്പോഴാണ്. നമ്മളത് കണ്ടതാണ്, നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പരസ്പരം കല്ലും കമ്പുമൊക്കെ എടുത്തെറിഞ്ഞിരുന്നു. പക്ഷേ അത് ശാന്തമാക്കി മുതിർന്ന നേതാക്കൾ, സഹാക്കൾ അടക്കമുള്ളവർ ഈ SFI പ്രവർത്തകരെ ശാന്തരാക്കി. സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ സംസ്ഥാന അരുൺ സോളമനിലേക്ക്. അരുൺ, ഇത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവല്ലേ റോഡിൽ കുത്തിയിരിക്കുന്നത്. സഞ്ജീവിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പരസ്പരം ചർച്ച നടക്കുന്നുണ്ട്. 10 വർഷങ്ങൾക്കിപ്പുറം ഇതാ തെരുവിൽ മുഴങ്ങുന്നു. SFIയുടെ മുദ്രാവാക്യം പോലീസിനെതിരെ. റഹീം പോലീസുമായി ചർച്ച നടത്തുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ അടുത്ത കാലത്തെങ്കിലും ഇത്തരത്തിൽ ഒരു തെരുവ് നമ്മൾ കണ്ടിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു.
അതിൽ കടുത്ത അതൃപ്തിയാണ് SFIയുടെ ഭാഗത്തുണ്ടാവുന്നത്. ഇപ്പോൾ SFIയുടെ സംസ്ഥാന നേതൃത്വം ഈ ജലപീരങ്കിയുടെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഈ പ്രവർത്തകരെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിന് തയ്യാറല്ല എന്നുള്ളതിനാണ് SFI സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. മുഴുവൻ സഖാക്കളും റോഡിൽ ഇരിക്കണമെന്നുള്ള ആവശ്യമാണ് റഹീം അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. പോലീസ് ഇവരെ ഈ സ്ഥലത്ത് നിന്ന് പറഞ്ഞുവിടാനാണ് ശ്രമിക്കുന്നത്. അത് പറ്റില്ല. തങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റിലേക്ക് പോകുകയായിരുന്നു. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് ഈ KSUവിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നാണ് ഇത്തരത്തിലൊരു അനുഭവം ആക്രമണം ഉണ്ടായതെന്നാണ് SFI ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് നിന്ന് പിന്തിരിഞ്ഞ് പോകാനായിട്ട് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. മുഴുവൻ പ്രവർത്തകരും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നിലവിൽ CPMന്റെ ഭാഗത്തു നിന്നായാലും SFIയുടെ സംസ്ഥാന നേതൃത്വമായാലും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ശിവപ്രസാദിന്റെ അടക്കം തറയിൽ കല്ല് വീണ് പരിക്കേറ്റിട്ടുണ്ട്. മുഴുവൻ പ്രവർത്തകരും ഇവിടെ ഇരിക്കുകയാണ്. നേരത്തെ തന്നെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് വളരെ ശാന്തമായിട്ട് ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എല്ലാ വർഷവും ആഹ്ലാദ പ്രകടനം നടത്താറുണ്ട്. അത് സെക്രട്ടേറിയറ്റിലേക്കാണ് ആ ആഹ്ലാദ പ്രകടനം നടത്തുക. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സുരക്ഷയിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥരടക്കം ഇത് സ്ഥിതിഗതികൾ ശാന്തമായെന്ന് കണക്കുകൂട്ടിക്കൊണ്ടാണ് സെനറ്റ് ഹാളിൽ നിന്ന് അവർ ക്യാമ്പിലേക്ക് മടങ്ങിയത്. അപ്പോഴാണ് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ വളരെ പെട്ടെന്നായിരുന്നു ഇത് ഈ ഇരുകൂട്ടരും സംഘർഷത്തിലേക്ക് പോയത്. പിന്നെ നമ്മൾ കണ്ടത് പരസ്പരം കല്ലെറിയുന്ന കാഴ്ചകളാണ്. എന്തായാലും ഇപ്പോൾ സംസ്ഥാന നേതൃത്വം SFIയുടെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ ഈ മുൻനിരയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം പോലീസിന്റെ നടപടിയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടെ നേരത്തെ ഉന്നയിച്ചതുപോലെ SFI പ്രവർത്തകരെ മാത്രം തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം KSU പ്രവർത്തകരെ നിയന്ത്രിക്കാനോ അവരെ ഈ കല്ല് എറിയുന്നതിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് അവരോട് മാറി നിൽക്കാനോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. മുഴുവൻ SFI പ്രവർത്തകരോടും ഇത്തരത്തിൽ വളരെ അനീതിപരമായിട്ട് പെരുമാറുന്നുണ്ട് എന്നുള്ള ആക്ഷേപം SFI സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ പ്രവർത്തകർ മുഴുവനും ഇവിടെ ശാന്തമായിട്ടിരുന്നാണ് അവർ പ്രതിഷേധിച്ചുകൊണ്ട് വന്നിരുന്നത്. പക്ഷെ അപ്പോഴാണ് വീണ്ടും അപ്രതീക്ഷിതമായിട്ട് KSUവിന്റെ ഭാഗത്തുനിന്ന് കല്ലേറ് വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഇരു കൂട്ടരും തമ്മിൽ സംഘർഷത്തിലായത്. എന്തായാലും ഇപ്പോൾ വീണ്ടും തെരുവിൽ ഇപ്പോൾ സമാധാനപരമായിട്ടാണ് വീണ്ടും ഈ സമരം ഷിദാസ് ഇപ്പോൾ സജീവ് ഇപ്പോൾ SFI പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ സൂചനകൾ ഉണ്ടായിരുന്നു ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു സംഘർഷം കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ ഇരു കൂട്ടർക്കും ഉണ്ടായിരുന്നു. പോലീസ് അത് കണക്കുകൂട്ടി തന്നെയാണ് വൻ സുരക്ഷ സെനറ്റ് ഹാളിൽ ഒരുക്കിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പോലീസ് ഇങ്ങനൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും എന്നുള്ളത് കരുതിയിട്ടുണ്ടാവില്ല.